ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം കോടതി ജാമ്യം അനുവദിച്ചതോടെ രണ്ടാം പരാതിയും ഗംഭീരമായി ചീറ്റിയെന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി നമുക്ക് പറയാം. കാരണം രണ്ടാമത്തെ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് അത്രയ്ക്കും തീവ്രമായിരുന്നുവെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ പരാതിയിൽ ജില്ലാ കോടതി സ്വീകരിച്ച അതേ രീതിയിലുള്ള ഒരു നിലപാടായിരിക്കണം ഈ കോടതി ഈ കേസിൽ സ്വീകരിക്കേണ്ടത്. പക്ഷെ അതുണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം ആദ്യത്തെ പരാതിയുടെ അത്ര പോലും ഗൗരവം രണ്ടാമത്തെ പരാതിക്കില്ല എന്നു തന്നെയാണ് എന്നാണ് നിയമവിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അത്രയും കൃത്യതയുള്ള ഒരു പരാതിയാണ്, അത്രയും കൃത്യമായ പോലീസ് റിപ്പോർട്ടാണ് എങ്കിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയാൻ സാധിക്കും. അതായത് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇതിനു മുമ്പ് തള്ളിയത് നമ്മൾ കണ്ടതാണ്. ജില്ലാ കോടതിയിൽ തള്ളിക്കളഞ്ഞത് ആദ്യത്തെ കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും കടുത്ത രീതിയിലുള്ള മൊഴികളും വിവരങ്ങളും FIR-ഉം പോലീസ് റിപ്പോർട്ടും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് തള്ളിക്കളയേണ്ടതായിരുന്നു. അപ്പോൾ അത് തള്ളിക്കളയാത്ത സാഹചര്യത്തിൽ തന്നെ രാഹുലിൻ്റെ വാദങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട് കോടതി. രാഹുലിൻ്റെ വാദങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നു തന്നെ പ്രാഥമികമായി വിലയിരുത്താം. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായുള്ളത്. എന്തുകൊണ്ടാണ് ഈ പരാതി ഇത്രയും വൈകി എത്തിയത് എന്ന് മാത്രമല്ല, ഈ പരാതി നൽകപ്പെട്ട രീതി അതിൽ ഒരു സ്വാഭാവികമായി നീതി തേടുന്ന ഒരാളുടെ നീതി തേടൽ പോലെ കാണാൻ സാധിക്കില്ല. അതായത് ആദ്യത്തെ കേസിൽ ഹൈക്കോടതി നോട്ട് അറസ്റ്റ് പറഞ്ഞ സമയത്താണ് രണ്ടാമതായിട്ടുള്ള ഒരു പരാതി പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്നത്. ആ പരാതി ആദ്യം ലഭിച്ചത് മാധ്യമങ്ങൾക്കാണ്. ആ പരാതി ആദ്യം പ്രസിദ്ധീകരിച്ചതും അതിലെ വിശദാംശങ്ങൾ പുറത്തുവിട്ടതും മാധ്യമങ്ങളാണ്. അത് പോലീസ് സോഴ്സിൽ നിന്നുള്ള വാർത്തയായിരുന്നില്ല, മറിച്ച് മാധ്യമങ്ങൾ അതിനെ കോപ്പി സഹിതം സംപ്രേഷണം ചെയ്തുകൊണ്ട് രാഹുലിനെതിരെ രണ്ടാമത്തെ പരാതിയുണ്ട്, അത് ആദ്യത്തേതിനേക്കാൾ ക്രൂരമാണ്, ആദ്യത്തേതിനേക്കാൾ ഞെട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകളാണ് ഒരു വലിയ ഓളമുണ്ടാക്കിയത്. അല്പസമയത്തിനകം വാർത്ത വരുന്നു KPCC അധ്യക്ഷനും ഇതേ പരാതി എത്തിയിട്ടുണ്ട് എന്ന്. ഉടൻ തന്നെ KPCC അധ്യക്ഷൻ ഇത് സ്ഥിരീകരിക്കുന്നു, ഈ പരാതി DGPക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോഴും ഈ ഇര എന്ന് പറയുന്ന പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ പോലീസിനെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്തതായുള്ള ഒരു വിവരവും ആ സമയത്തില്ല. അതായത് നേരിട്ട് മാധ്യമങ്ങൾക്കും KPCCക്കും കൊടുത്തൊരു പരാതിയാണ്, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൊരു പരാതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും SHOയ്ക്ക് ഇമെയിൽ വഴി കൊടുത്ത പരാതിയോ അല്ല, അത് ഫോർവേഡ് ചെയ്യപ്പെട്ടൊരു പരാതിയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടി ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം അപ്പോൾ മുതൽ തന്നെ സജീവമായിരുന്നു. രാഹുലിൻ്റെ അഭിഭാഷകനെ കോട്ട് ചെയ്ത് അല്ലെങ്കിൽ രാഹുലിൻ്റെ വാദം കോട്ട് ചെയ്ത് ഞാൻ പറയുന്നു, അത് രാഷ്ട്രീയ പ്രേരിതമായ, രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായ, ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയ ഒരു പരാതിയാണ് എന്ന വാദം ഒരു വശത്ത് ശക്തമായിട്ടുണ്ട്. ആ കേസിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല, അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്, അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അതിൽ തെളിവ് ശേഖരിക്കേണ്ടത്. പക്ഷേ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തന്നെയാണ്. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന വിധത്തിലാണ് കോടതിയുടെ പ്രാഥമികമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നിയമവിദഗ്ധരുടെ ഭാഷ്യം. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ കേസ് തള്ളിക്കളയാൻ, അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് തള്ളേണ്ടതാണ്. അത് തള്ളാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് രാഹുൽ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാമത്തെ കാര്യം ഉയരുകയാണ്, ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളത്? അതായത് ഇങ്ങനെ ഒരു പരാതി വരുമ്പോഴേക്കും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ചെയ്തു എന്ന നിലയിലേക്ക് വലിയ ആഘോഷങ്ങൾ നടത്തി, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി, ചാനലുകൾ മുഴുവൻ നിരന്തരമായി വിഷയം ചർച്ച ചെയ്തതിന് പിന്നിൽ ആരാണ് എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതിലേക്കാണ് രാഹുൽ പിടിക്കുന്നതെങ്കിൽ, അതായത് ആ ഗൂഢാലോചന തെളിയിക്കണം എന്ന നിലയിലാണ് രാഹുൽ നിയമപരമായി ആ കേസിനെ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ കുടുങ്ങും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്ന് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. അതായത് ഈ രണ്ടാമത്തെ പരാതിയായിരുന്നു ആദ്യത്തെ പരാതിയിന്മേലുള്ള നിയമ നടപടികളിൽ രാഹുലിന് ഏതെങ്കിലും ആനുകൂല്യം ലഭിക്കുകയാണെങ്കിൽ രാഹുലിനെ പൂട്ടാനുള്ള അടുത്ത സ്റ്റെപ്പ്. ആ നിലയിലാണ് രണ്ടാമത്തെ പരാതി അതിവേഗത്തിൽ പോലീസ് അന്വേഷണ സംഘം പരിഗണിച്ചത്. അതിവേഗത്തിൽ ഇരയെ കണ്ടെത്തുന്നു, ആ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് FIR ഉണ്ടാക്കുന്നു, കോടതിയിൽ ആ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്നു. അതിനൊക്കെ അസാധാരണമായൊരു വേഗത ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. അതൊരിക്കലും നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു അസാധാരണമായ വേഗത പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു തിടുക്കം ഈ കേസിൽ ഉണ്ടായി? ഒന്നാമത്തെ കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം
ലഭിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ 15-ാം തീയതിയാണ് അത് ഹിയർ ചെയ്യുന്നത്. അതിൽ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിലയിരുത്തലുകൾ. കോടതിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെങ്കിലും നോട്ട് അറസ്റ്റ് നൽകിയത് തന്നെ രാഹുലിന് ശുഭകരമായ ഒരു വിവരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലും രാഹുലിൻ്റെ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ബലാത്സംഗം നടന്നിട്ടില്ല, ഗർഭഛിദ്രത്തിന് താൻ ഉത്തരവാദിയല്ല, ഗർഭഛിദ്രത്തിന് താൻ പ്രേരിപ്പിച്ചിട്ടില്ല, ബാഹ്യ സമ്മർദ്ദത്തെ തുടർന്നാണ് പരാതി വന്നത് തുടങ്ങിയ പല കാര്യങ്ങളിലും രാഹുലിൻ്റെ പക്കൽ തെളിവുണ്ട് എന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ കൃത്യമായി കോടതിയെ ബോധിപ്പിക്കുമ്പോൾ അതിൻ്റെ മറുവാദങ്ങൾ ഉണ്ടെങ്കിൽ ബോധ്യപ്പെടുത്താനാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ വാദങ്ങളും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തോട്, സർക്കാരിനോട് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘം അതെന്താണ് പറയുക എന്നുള്ളത് 15-ാം തീയതി അറിയാൻ കഴിയൂ. പക്ഷേ ആ കേസിൽ രാഹുലിന് ഒരു അനുകൂല നിലപാട് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കേസ് വെച്ച് പൂട്ടാം എന്ന് വെച്ചിട്ടാണ് ഈ കേസുമായി രംഗത്ത് വരുന്നത്, അല്ലെങ്കിൽ ഈ കേസിലെ നടപടിക്രമങ്ങൾ അതിവേഗത്തിലാകുന്നത്. പക്ഷേ രാഹുലിനെതിരായി ചിന്തിക്കുന്നവരുടെ, രാഹുലിനെതിരായി നീങ്ങിയവരുടെ സകല പ്രതീക്ഷകളും തകർത്തുകൊണ്ടാണ് കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് രാഹുലിന്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം വേണമെങ്കിൽ പൊതുമധ്യത്തിൽ വന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കാം. നാളെ പാലക്കാട് വോട്ടിങ്ങിനായിട്ട് അല്ലെങ്കിൽ വോട്ട് ചെയ്യാനായിട്ട് രാഹുൽ വരുമെന്ന വാർത്ത വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ വരുമെന്ന വാർത്തകൾ വരുന്നുണ്ട്, സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ രാഹുൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു വലിയ നീക്കമായിരിക്കും, വലിയ മുന്നേറ്റമായിരിക്കും. രാഹുലിന് തൻ്റെ ഭാഗം മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ, പൊതുസമൂഹത്തോട് വിശദീകരിക്കാൻ ഒരു വലിയ ചാൻസ് ആയിരിക്കും അത്. എന്തായാലും ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളും എന്ന് കരുതിയിരുന്ന രാഹുലിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക്, സർക്കാരിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്നുള്ള ഈ ജാമ്യ വിധി നൽകിയിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടം പാലക്കാട് നടക്കാൻ പോവുകയാണ്. പാലക്കാട് നഗരസഭാ പരിധിയിൽ BJP ഒക്കെ രാഹുലിനെതിരെ വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിധി വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിന് വലിയ മുൻതൂക്കമുണ്ടാക്കും, BJPയുടെ പല പ്രചാരണങ്ങളും പൊളിയുന്നതിന് കാരണമാകും. ഇനി ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, സർക്കാർ വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. ഇന്നേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് 13-14 ദിവസമായി. കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് രാഹുൽ ഒളിവിലല്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് രാഹുലിനെ പിടികൂടിയില്ല? അത് അന്വേഷണ സംഘത്തിൻ്റെ, ആഭ്യന്തര വകുപ്പിൻ്റെ, പോലീസിൻ്റെ വലിയ വീഴ്ചയല്ലേ എന്ന ചോദ്യത്തിന് സർക്കാർ ഉത്തരം പറയേണ്ടി വരും. അത് ലീഡ് ചെയ്യുന്നത് രാഹുലിനെതിരെ ഗൂഢാലോചന നടന്നു എന്ന സിദ്ധാന്തത്തിലേക്കാണ്. അതായത് രാഹുലിനെ ബോധപൂർവം അറസ്റ്റ് ചെയ്യാതെ ഈ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കത്തിച്ചു നിർത്തുക എന്ന സർക്കാരിൻ്റെ തരം താണ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇത് മുഴുവൻ സംഭവിച്ചത് എന്ന് സാധൂകരിക്കാൻ ഈ അന്വേഷണ സംഘം രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്ത, ഇത്രയും നാളായിട്ട് അറസ്റ്റ് ചെയ്യാതിരുന്ന നടപടിയെ പറയാൻ സാധിക്കും. അത് രാഹുലിനും ഒരു മുതൽക്കൂട്ടാണ്, ഒരു മൈലേജാണ്. അതായത് തന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്ത പോലീസിൻ്റെ നടപടി ഈ വിഷയം ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകും ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് പറയാൻ രാഹുലിന് സാധിക്കും. എന്തായാലും 2ാമത്തെ പരാതി ചീറ്റിയിട്ടുണ്ട്. രാഹുലിനെ പിടിച്ചകത്തിടാനുള്ള വഴികൾ ഉണ്ടാകും. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ രാഹുലിനെ അകത്തിട്ടാൽ കുഴപ്പമൊന്നുമില്ല. ആ വിഷയം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം തീർന്നു പോയാലും, അവിടെ കൊണ്ട് തീർന്നു പോയാലും വിഷയമൊന്നുമില്ല. കാരണം അതുകൊണ്ടുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ ഉദ്ദേശിച്ചവർക്ക് കിട്ടും. പക്ഷേ അതിന് തൊട്ട് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ രാഹുലിനെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ അറസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയായിരുന്നു ആ ഗൂഢാലോചനയുടെ പോക്ക് എങ്കിൽ അത് പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തിരിച്ചടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു പതിയെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വിഷയം ആളിക്കത്തിച്ച ആളുകൾക്ക് ഇപ്പോൾ വലിയ ഉഷാറൊന്നും കാണുന്നില്ല. മാധ്യമങ്ങളാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി വിടുകയാണ്, കൊടുത്തു വിടുകയാണ്. അതിന്മേൽ വലിയ ചർച്ചകളൊന്നും ഇപ്പോൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിന് തിരിച്ചു വന്ന് കളം പിടിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സൂചനകളാണ് കാണുന്നത്. നമുക്കറിയില്ല വീണ്ടും പരാതികൾ വേറെ ഉണ്ടോ എന്ന്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് യാഥാർത്ഥ്യം. ഇതാണ് സംഭവിക്കുന്നത്.